വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെറ്റിന്റെ റിസൾട്ട് വന്നു. ജാനുവരി 2026 റിസൾട്ട് വന്നു. സിസിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. 567 റിസൾട്ടാണ് നമുക്കുള്ളത്. ഓരോ വർഷവും സിസി ബെസ്റ്റ് റിസൾട്ട് തന്നെയാണല്ലേ കൊണ്ടുവരുന്നത്. നമുക്കറിയാം ഏകദേശം 15% കുട്ടികൾക്ക് മാത്രമാണ് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അത്യാവശ്യം ടഫ് ആയിരുന്നു എക്സാം എന്ന് പറഞ്ഞാൽ. അതിൽ 567 റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും സിസിയിൽ ഇപ്പോ ബിഗ് ഡേയ്സ് നടക്കുകയാണ് 2.0. അതായത് നമ്മുടെ സിസി 10ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. സോ എല്ലാ കോഴ്സസിനും വലിയ ഓഫേഴ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണിത്. സെറ്റിന്റെ ജൂലൈ 2026 ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു ടൈമിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും മികച്ച ഓഫേഴ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓരോ ഡിസ്ട്രിക്ട് വൈസ് എത്ര ശതമാനമാണ് പാസ് ആയത്, എത്ര പേര് അപ്പിയർ ചെയ്തു, എത്ര ശതമാനമാണ് നമ്മുടെ പാസ് റേറ്റ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഏകദേശം 20,284 പേര് അപ്പിയർ ചെയ്ത എക്സാമിന് 3,163 പേരെ പാസ്സായിട്ടുള്ളൂ. അപ്പൊ നോക്കുക, ഏകദേശം 15.59% സ്റ്റുഡൻസ് മാത്രമാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ക്രാക്ക് ചെയ്തവർ എത്ര അടിപൊളിയാണ് അല്ലെ. കാരണം നമുക്ക് ഈ ഒരു വെറും 15% പേര് പാസ്സായെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ജില്ലാ വൈസ് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം ട്രിവാൻഡ്രത്തിന് 2,163 പേര് എഴുതി. പാസ്സായത് വെറും 368 പേരാണ്, അതായത് 17.01%. കൊല്ലം ജില്ലയിലാവട്ടെ 1,866 പേര് പാസ്സായി അപ്പിയർ ചെയ്തു. പാസ്സായത് 263 പേരാണ്. പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 14.09%. ഇനി പത്തനംതിട്ട ആയിക്കോട്ടെ, ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞ നോക്കുകയാണെങ്കിൽ അപ്പിയർ ചെയ്തത് ഏറ്റവും കുറവ് ഒരു മൂന്നാമത്തെ സ്ഥാനം വരും എന്ന് തോന്നുന്നു അല്ലെ പത്തനംതിട്ടയ്ക്ക്. 2ാം സ്ഥാനം പത്തനംതിട്ടയ്ക്കാണ്. 734 പേരെ അപ്പിയർ ചെയ്തുള്ളൂ. അതിൽ 76 പേര് പാസ്സായുള്ളൂ. 10.34% പേരാണ് കേട്ടോ പാസ്സായത്. ആലപ്പുഴ ജില്ല നോക്കുകയാണെങ്കിൽ അടുത്ത കുറഞ്ഞ പെർസെന്റേജ് ഉള്ളത് അവിടെയാണ്. 784 പേര് അവിടെ അപ്പിയർ ചെയ്തുള്ളൂ. 110 പേര് പാസ്സായി. 14.03%. കോട്ടയം നോക്കട്ടെ, 1,282 പേര് അപ്പിയർ ചെയ്തതിൽ വെറും 136 പേരെ പാസ്സായുള്ളൂ. അതായത് 10.61% വരുന്നത്. ഇടുക്കിയിലായിക്കോട്ടെ 726 പേര് അപ്പിയർ ചെയ്തു. വെറും 50 പേരെ പാസ്സായിട്ടുള്ളൂ. ഭയങ്കര കുറവായിരുന്നു ഇടുക്കിയിൽ ഇപ്രാവശ്യത്തെ റിസൾട്ട് എന്ന് തോന്നുന്നു അല്ലെ. വെറും 726 വെറും 50 പേരെ പാസ്സായിട്ടുള്ളൂ. ഏകദേശം 6.89% സ്റ്റുഡൻസും പാസ്സാവാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇനി എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ എന്താ, 1,483 പേര് അപ്പിയർ ചെയ്തു. അതിൽ 197 പേരാണ് പാസ്സായത്. 13.35% പേരാണ് പാസ്സായത്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ അത്യാവശ്യം ഉദ്യോഗാർത്ഥികൾ എഴുതിയിരുന്ന ഒരു എക്സാം ആണ്. 1,938 പേര് എഴുതി. 254 പേര് പാസ്സായി. ഏകദേശം 13.11% പേരാണ്. പാലക്കാടിലേക്ക് നോക്കുകയാണെങ്കിൽ 1,440 പേര് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ 271 പേര് പാസ്സായി. അതായത് 18.82%. ഇനി മലപ്പുറത്തേക്ക് കിടക്കാം. മലപ്പുറത്തും അത്യാവശ്യം ഏറ്റവും കൂടുതൽ മലപ്പുറമാണ് ഇപ്രാവശ്യം എക്സാം എഴുതിയത്. മലപ്പുറവും കോഴിക്കോടുമാണ് ഏറ്റവും സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തത് ഈ 2 ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. 2,321 പേര് അപ്പിയർ ചെയ്തു. 469 പേര് പാസ്സായി. 20.21% പേര് പാസ്സായി. ഇനി കോഴിക്കോടിലേക്ക് വരികയാണെങ്കിൽ 2,417 പേര്, ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കാം അല്ലെ. കോഴിക്കോടാണല്ലോ ഏറ്റവും കൂടുതൽ പേര് അപ്പിയർ ചെയ്തില്ല. അത് പാസ്സായത് 454 പേരാണ്. 18.78% പേര്. അപ്പൊ മലപ്പുറം അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തു. കോഴിക്കോടിൽ കൂടുതൽ ആൾക്കാർ എഴുതിയെങ്കിലും പാസ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറത്താണ് അല്ലെ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഏറ്റവും കുറച്ച് പേര് എക്സാമിന് അപ്പിയർ ചെയ്ത് നമ്മുടെ വയനാട് ജില്ലയിൽ നിന്നാണ്. അതായത് 512 പേര് അപ്പിയർ ചെയ്തുള്ളൂ. അതിൽ പാസ്സായത് 83. എനിക്ക് തോന്നുന്നു പത്തനംതിട്ട അപേക്ഷിച്ച് വയനാട്ടിൽ 83 പേര് പാസ്സായത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ 16.21% പേര് പാസ്സായി. കണ്ണൂരിലേക്ക് വരുവാണെങ്കിൽ 1,816 പേര് അപ്പിയർ ചെയ്തു. പാസ്സായത് 309 പേര്, അതായത് 17.02%. കാസർഗോഡും കുറച്ച് പേര് അപ്പിയർ ചെയ്തുള്ളൂ. 801 പേരാണ് അപ്പിയർ ചെയ്തത്. അതിൽ 122 പേര് പാസ്സാവുകയും ചെയ്തു. അതായത് 15.23%. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20,284 പേരാണ് എക്സാമിന് അപ്പിയർ ചെയ്ത്. അതിൽ 3,163 പേര് പാസ്സായി. 15.59% പേരാണ് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്തത്. അപ്പൊ സെറ്റിന്റെ നിലവാരം എന്ന് വെച്ച് നോക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് പാസ് റേറ്റ് കുറവാണ് എന്നൊക്കെ നമുക്കറിയാം. കാരണം ടഫർ ആയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ എക്സാം.
ഓരോ പ്രാവശ്യത്തെ എക്സാം അവർ ടഫ്, അതായത് അഡ്വാൻസ്ഡ് ലെവലിലേക്കാണ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും അഡ്വാൻസ്ഡ് ലെവലിൽ പഠിച്ചാൽ മാത്രമാണ് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടും സെറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ടല്ലേ. അതായതുകൊണ്ട് നമ്മൾ വെറുതെ കാണാപ്പാടം പഠിച്ചു പോയിട്ടൊന്നും സെറ്റ് കിട്ടില്ല. കാരണം അതൊരു എന്താ പറയുക, ഒബ്ജക്റ്റീവ് ടൈപ്സ്, അസേർഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോഴത്തേക്കും അയ്യോ ഇത് ഞാൻ പഠിച്ചതാണ് പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നൊരു ഫീൽ നമുക്ക് വരില്ലേ. അത് നമ്മുടെ പഠനം കൃത്യമല്ലാത്തതുകൊണ്ട്. നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, മാക്സിമം റിവിഷൻ ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമാണ് സെറ്റ് പോലെയുള്ള എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇപ്പൊ തന്നെ നമുക്ക് അറിയാം പെർസെൻറ്റേജ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് CCL ജോയിൻ ചെയ്യാം. നമ്മുടെ CCL ഇപ്പോൾ ഞാൻ പറഞ്ഞു ബിഗ് ഡേയ്സ് നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കോഴ്സിനും നല്ല ഓഫേഴ്സ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും സെറ്റ്, കേട്ടിട്ട്, നെറ്റ് അല്ലെങ്കിൽ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏത് കോഴ്സിനായാലും CCL നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സെറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ജൂലൈ 26 സെറ്റ് 2026 ജൂലൈ എക്സാം ഞാൻ ക്രാക്ക് ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും CC തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 567 റിസൾട്ട് നമുക്കുണ്ട്. നിങ്ങളിവിടെ കണ്ടായിരുന്നില്ലേ 3163 പേര് പാസ്സായില്ല. 567 റിസൾട്ടും CCയുടെയാണ്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ CC തന്നെയാണ്. ആൻഡ് ദ ബെസ്റ്റ് ടൈം ഇപ്പോൾ തന്നെയാണ്. കാരണം എന്താണ്, നമുക്കിവിടെ ബിഗ് ഡേയ്സ് നടക്കുകയാണ്. ബിഗ് ഡേയ്സിൽ ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഈ അവസരം ആരും പാഴാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും CCയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺടാക്ട് ചെയ്യുക. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9746455514 ആണ് നമ്മുടെ നമ്പർ വരുന്നത്. അത് കൂടാതെ സെറ്റിൽ നമുക്കൊരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് കൂടാതെ ഒരു ഗൂഗിൾ ഫോമും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Download now CC Learning app.